കഴിഞ്ഞ 5 വർഷം കോഴിക്കോട് കോർപ്പറേഷനിലെ മീഞ്ചന്ത വാർഡിൽ കാഴ്ചവെച്ച വികസന നേട്ടങ്ങളുടെ പട്ടിക നിരത്തി ഇത്തവണ വീണ്ടും തിരുവണ്ണൂർ വാർഡിൽ നിന്ന് വോട്ട് തേടുകയാണ് രമ്യ സന്തോഷ്. രാഷ്ട്രീയ മതവ്യത്യാസങ്ങൾക്കപ്പുറം വികസനത്തിനാണ് രമ്യ വോട്ട് തേടുന്നത്. മീഞ്ചന്തയിലെ വിജയം തിരുവണ്ണൂരിലും ആവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് രമ്യ സന്തോഷ്. സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക്. കഴിഞ്ഞ 5 വർഷം മീഞ്ചന്ത വാർഡിൽ നടത്തിയ വികസന നേട്ടങ്ങളുടെ പട്ടിക എണ്ണി നിർത്തി ഇത്തവണ തിരുവണ്ണൂരിൽ നിന്നും വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായ രമ്യ സന്തോഷ്. ഇത്തവണ എന്തൊക്കെയാണ് തിരുവണ്ണൂരിൽ സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വികസനങ്ങൾ അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ എന്നിവ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്നെ പാർട്ടി നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ തിരുവണ്ണൂർ 40-ാം വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുറേ ആളുകൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കുറച്ച് കിട്ടിയ ആളുകളുണ്ട്, കുറേ ആളുകൾക്ക് ഇനി കിട്ടാനുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുറേ തോടുകൾ, ഡ്രൈനേജുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റാവുന്ന കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ആ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സമ്പർക്കം നടത്തിയ സമയത്ത് ഒരു വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അവർക്ക് കുറച്ച് പൈസയെ കിട്ടിയിട്ടുള്ളൂ. ആ വീട് പണി മുഴുവനാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അത് മറ്റു പാർട്ടിക്കാർ അവരെ പറ്റിച്ച് 3 വർഷമായിട്ടും ആ പണി അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രായമായ അമ്മ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാരണം LDF UDF ഇതുവരെ കുറേ കാലങ്ങളായിട്ട് UDF ഭരിച്ചൊരു വാർഡാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളിലേക്ക് കേന്ദ്ര പദ്ധതികളൊന്നും വേണ്ടത്ര എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ വിജയിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏത് മതസ്ഥരാണെങ്കിലും അവർ നല്ലൊരു സ്വീകരണം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വിശ്വാസമാണ്. അപ്പോൾ ജയിക്കുമെന്ന് തന്നെയാണ് ഉറച്ചൊരു വിശ്വാസം. കഴിഞ്ഞ തവണ മീഞ്ചന്ത വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പദ്ധതികളാവട്ടെ അല്ലെങ്കിൽ ഡ്രെയിനേജ് സംബന്ധിച്ച് അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇങ്ങോട്ട് വരുമ്പോൾ അത്തരം മാറ്റങ്ങൾ ഇവിടെയും പ്രതീക്ഷിക്കാം അല്ലേ? അതെ, ജനങ്ങളിലേക്ക് അതേപോലെ അമൃത് പദ്ധതി നമ്മൾ കുറേ ആളുകൾക്ക് ഇനിയും കുടിവെള്ള കണക്ഷൻ കിട്ടേണ്ടതുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതേപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കുറേ ആളുകൾ നമ്മളിപ്പോൾ ഈ ഉള്ളോട്ടൊക്കെ ചെല്ലുമ്പോൾ അധികം ആളുകളും ഷെഡ് പോലുള്ള വീടുകളിലൊക്കെയാണ് താമസിക്കുന്നത്. അത് ചിലപ്പോൾ സ്ഥലം ഉണ്ടായിട്ടും അവർക്ക് ഈ പദ്ധതി കിട്ടാത്തത് കൊണ്ടായിരിക്കും, അത് അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അത് അവരിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണം, കാരണം നമ്മൾ ഈ തോടുകൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ മൊത്തം വേസ്റ്റുകൾ ഇതിലേക്കാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഉപാധികൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതൊക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തന്നെയാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. കഴിഞ്ഞ തവണ ആദ്യം കന്യങ്കായിരുന്നു, ഇത്തവണ രണ്ടാമത്തേതാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത്തവണ തോന്നുമ്പോൾ? കാരണം കഴിഞ്ഞ തവണ ഒരു പേടിയുണ്ടാവും, ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് തോന്നുന്നത്? ഇന്നലെ ആയിരുന്നു നോമിനേഷൻ കൊടുത്തത്. അപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന ആ സമയം നമുക്കൊരു ടെൻഷൻ ആ സമയത്തുണ്ടാവും. പക്ഷെ അത് ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രവർത്തകർ കൂടെ വന്നപ്പോൾ അവർ പറഞ്ഞു ലാസ്റ്റത്തെ ആ പുഞ്ചിരിയാണ് വിജയത്തിൻ്റെ. കാരണം നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ വാർഡ് എനിക്ക് തന്നപ്പോൾ അതിന് പ്രവർത്തകരുടെ കൂട്ടായ്മയും എല്ലാം കൊണ്ടും ഈ വാർഡ് വിജയിച്ചെടുക്കാൻ സാധിക്കും എന്നാണ്. കാരണം മുന്നേ കോൺഗ്രസ് ഭരിച്ച ഒരു വാർഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ LDFും എല്ലാവരും പ്രവർത്തനത്തിലുണ്ടെങ്കിലും നമുക്ക് BJPക്ക് അതിൻ്റേതായ ഒരു സ്വാധീനം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ മുതിർന്ന പ്രവർത്തകർ എല്ലാവരും നമ്മളെ കൂടെ തന്നെ, പിന്നെ അതേപോലെ തന്നെ ചെറുപ്പക്കാർ, നമുക്കിപ്പോൾ ഏതൊരു വാർഡിലും പോവുകയാണെങ്കിലും ചെറുപ്പക്കാരുടെ ഇത് പ്രാതിനിധ്യം കുറവാണ്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ മുതിർന്ന ആളുകളും ചെറുപ്പക്കാരും എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗത്തിൻ്റെ ആ ബലത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പോകുന്നത്. തിരുവണ്ണൂർ 40-ാം വാർഡിൽ താമര അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രമ്യ സന്തോഷ് ജനവിധി തേടുന്നത്. എന്ത് തന്നെയായാലും രമ്യയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എന്തായാലും വികസനം ഇത്തവണ വോട്ടാവട്ടെ. താങ്ക് യു.